ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പയും നല്ല ചൂരക്കറിയുമാണ്. അപ്പോൾ കപ്പയും മീൻകറിയും ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കപ്പയും ചൂരക്കറിയുമാണ്. അപ്പോൾ നമ്മളിവിടെ ചക്ക മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് കപ്പ മേടിക്കേണ്ട അവസ്ഥ വന്നു. കപ്പയെങ്കിൽ കപ്പയെന്നും പറഞ്ഞ് നമ്മളതെല്ലാം പൊക്കിക്കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് നമ്മൾ കപ്പയെല്ലാം കൊത്തി അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ നല്ല കപ്പയായിരുന്നു, പെട്ടെന്ന് വേകുന്ന കപ്പയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കപ്പ വേവിക്കുന്നതിന് മുമ്പേ കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കപ്പയാണോ ചീത്ത കപ്പയാണോ വേഗത്തില്ലേ എന്നൊക്കെ. ഏകദേശം കപ്പയൊക്കെ എപ്പോഴും സ്ഥിരം കഴിക്കുന്നവർക്കും ഉണ്ടാക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ വായി വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കപ്പ വേവിക്കുന്നതിന് മുമ്പേ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും കപ്പ നല്ല വേകുന്ന കപ്പയാന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പയെല്ലാം കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനെല്ലാം കൊത്തി അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചാണ് ഒറ്റ വിസിൽ മാത്രമേ അടിക്കത്തുള്ളൂ. ഉപ്പ് ഇട്ട് ഒറ്റ വിസിൽ നമ്മൾ കുക്കർ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കപ്പയെല്ലാം നമ്മൾ കൊത്തി അരിഞ്ഞ് നമ്മൾ കുക്കറിലോട്ട് വെക്കുകയാണ്. ലേശം ഉപ്പൊക്കെ ഇട്ടാണ് കുക്കറിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് വെച്ച് അടുപ്പി വെക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ കപ്പ വേവിക്കുന്നത്. അപ്പോൾ നല്ല വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ മാത്രം അടിക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കപ്പ വെന്ത് കഞ്ഞി പോലെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ കപ്പ ഒറ്റ വിസിൽ നമ്മൾ അടിച്ചെടുക്കുക. ഇനി നല്ല ചൂരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഉലുവൊക്കെ ഇടുന്നവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. അപ്പോൾ ഈ കടുക് ഉലുവയൊന്നും ഇട്ടില്ലെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുപ്പ് കത്തിച്ച് നമ്മുടെ കറിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് മീനെടുത്ത് ഞാൻ വറുക്കാൻ വെക്കുവാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ പെരട്ടുവാണെങ്കിൽ, മസാല പെരട്ടുവാണെങ്കിൽ ഒരു ടേസ്റ്റൊക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ അങ്ങോട്ട് പെരട്ടിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പം മീനെടുത്ത് നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറി വയ്ക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ മുളക് പൊടി ഇടുകയാണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും അതിലേക്ക് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ദിവസമൊക്കെ കറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കറി ഇരിക്കും. അപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ കറി വെച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പം നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ മല്ലിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് മീൻകറി നന്നായിട്ട് 2 ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പുളിയൊക്കെ ഇട്ട് കൊടുത്ത് മീനും ഇട്ട് കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂരയായിരുന്നു കേട്ടോ, പച്ച ചൂര തന്നെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കറി ഇന്നത്തേക്ക് നമുക്ക് റെഡി ആകത്തില്ല, നാളെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി കറിയാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ആ ചാറൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ കറിവേപ്പിലയുടെ മണവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ച നല്ല അടിപൊളി ചൂരക്കറിയാണ് കേട്ടോ. ഇത് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചൂരക്കറി. അപ്പം നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ.
നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴച്ചെടുക്കുന്നത് അതിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളിയും, അതായത് ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി കടുക് വറുത്ത് ഇതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ കടുകും വറുത്തിടാം. കുറച്ച് വേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഒക്കെ കടുക് വറുത്തിടണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുവാണ്. കുഴച്ചൊക്കെ കുത്തി കപ്പയൊന്നൊന്ന് ഉടച്ചെടുത്ത് റെഡിയാക്കി സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ കപ്പ കുഴച്ചത് റെഡിയാണ്. മീൻ കറിയും റെഡിയാണോ, മീൻ ഫ്രൈയും റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പ കുഴച്ചതായിരുന്നു. അതുപോലെ തന്നെ മീൻ കറിയും മീൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മീൻ കറിയും സെറ്റാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയുമല്ലേ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയും കപ്പ കുഴച്ചതുമാണ്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.